ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാറാണ് നിൽക്കുന്നത്. മൂന്നാർ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പോകുന്ന ബോട്ടിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ബോട്ടിങ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തന്നെ ചേട്ടായൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ത്രില്ലിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ബോട്ടിങ്ങിന് എല്ലാവരും കൂടെ കയറാനായിട്ട് പറ്റില്ല. അപ്പം കുറേശ്ശെ ആളുകൾ മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ എത്ര പേര് വന്നിട്ടുണ്ടോ അത്രയും പേരെയും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, അതായത് 25 പേരെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബോട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ റെഡി ആയിട്ട് അവർ ആ പ്രിന്റ് നമുക്ക് തരും. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. മഞ്ജു ചേച്ചിയും ഒക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ബോട്ടിങ് കയറിയില്ല. വേറെ നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്ത് ബോട്ടിംഗ് ഉണ്ട്. അവിടെ എല്ലാവർക്കും ഒരുമിച്ച് കയറി എൻജോയ് ചെയ്യുന്ന രീതിയിൽ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നതിന് ശേഷം ആണ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ സൺ മൂൺ വാലി എന്നുള്ളൊരു ബോട്ടിംഗ് സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം വരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് കാണണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് എൻട്രി പാസ്സാണ്. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ എൻട്രി പാസിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. വലിയവർക്ക് 40ഉം കുട്ടികൾക്ക് 20ഉമാണ്. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കൊന്നും പൈസ ഇല്ല. അതുപോലെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ റേറ്റും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഓരോരുത്തരും അവരുടേതായ ടിക്കറ്റുകൾ എടുക്കുമായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കടന്നു. അവിടെ കയറണമെങ്കിലും കാണണമെങ്കിലും ബോട്ടിംഗ് കയറുന്നുണ്ടോ അതൊന്നുമില്ല. പക്ഷെ എൻട്രി പാസ് മാത്രമാണ് നമുക്കിവിടെ മേടിക്കുന്നത്. ബോട്ടിങ്ങിൻ്റെയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതെല്ലാം നമ്മൾ ഓരോരുത്തർ ചെല്ലുന്നിടത്ത് അവിടെ അതുണ്ട്. ഇത് എൻട്രി പാസ് മാത്രമാണ്. ഒരാൾക്ക് കയറാനായിട്ട് 40 രൂപയാണ് പറയുന്നത്. അപ്പം കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. കൗബോയ്സ് എന്നുള്ള ഒരു പാർക്ക് പിള്ളേർക്ക് വേണ്ടിയുണ്ട്. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. 400 രൂപയാണ് ഒരു കുട്ടിക്കുള്ള എൻട്രി പാസ്. അപ്പം നമുക്ക് കയറി എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കയറാം. അതിമനോഹരമായിട്ടുള്ളൊരു റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്താണ് ഉദ്ദേശം, ബോട്ടിങ് കയറുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ബോട്ടിങ്ങിൽ 20 പേരെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 25 മേലെ ആളുകളുള്ളതുകൊണ്ട് നമുക്ക് ആ വലിയ ബോട്ട് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ തന്നെയല്ല 2 മണി കഴിഞ്ഞതിന് ശേഷമാണ് ആ ബോട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 11 മണി 12ഓട് കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബോട്ട് കയറാൻ താല്പര്യമുള്ളവർ 2 ടൈപ്പ് ബോട്ടുണ്ട്. അതായത് സ്പീഡിൽ പോകുന്ന ബോട്ടും ഉണ്ട്, സെക്കൻഡ് നോർമൽ സ്പീഡിൽ പോകുന്ന ബോട്ടും ഉണ്ട്. അപ്പോൾ സ്പീഡ് ബോട്ടിൽ പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം, അല്ലാത്തവർക്ക് നോർമൽ സ്പീഡ് ബോട്ടിൽ പോവാം. അപ്പം ഞങ്ങൾ 7 പേരാണ് നോർമൽ സ്പീഡ് ബോട്ടിൽ പോകുന്നത്, 5 പേരാണ് സ്പീഡ് ബോട്ടിൽ പോകുന്നത്. അപ്പം ഞങ്ങൾ 7 പേര് ചേർന്നിട്ട് നോർമൽ സ്പീഡ് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അത് കുട്ടികളും ഇൻക്ലൂഡഡ് ആണ്, കുട്ടികളെയും ചേർത്തിട്ടാണ് അവർ 7 പേര് പറയുന്നത്. അല്ലാതെ 7 പേരിൽ ഒരാൾ പോലും നമുക്കതിൽ വണ്ടിയിൽ അതായത് ബോട്ടിൽ കയറാൻ പറ്റില്ല. അപ്പം 7 പേരെന്ന് പറഞ്ഞാൽ അത് കുട്ടികളടക്കമാണ് 7 പേര് കയറുന്നത്. അങ്ങനെ ഞാനും അപ്പവും കുട്ടേട്ടനും തുമ്പിച്ചനും ഉണ്ട്. അതുപോലെ തന്നെ വത്സമ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ അഞ്ജനക്കുട്ടൻ്റെ കൊച്ച് ആദിമോനുണ്ട്. അതുപോലെ തന്നെ കിച്ചു. ഞങ്ങൾ അങ്ങനെ 7 പേര് ചേർന്നിട്ടാണ് ഈ ബോട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ കയറാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ആദ്യം സ്പീഡ് ബോട്ടിൽ കയറാൻ വന്ന ചേച്ചിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ചേച്ചിയൊക്കെ ഒരു സെക്ഷൻ, മോള് ചേച്ചിയൊക്കെ നോർമൽ സ്പീഡ് നമ്മൾ എടുത്തിരിക്കുന്ന പോലെ തന്നെ നോർമൽ സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടിയാണ് അവരും വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു എന്താ പറയണ്ടേ, അവിടെ കയറാനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു റൂം വെച്ചിട്ടുണ്ട്. അത് 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, നമ്പർ 1ഉം നമ്പർ 2. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 1ലേക്കാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ബോട്ട് കയറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ കയറിയതിന് ശേഷം നമുക്ക് ആ ജെട്ടിയിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ബോട്ട് കയറുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ട്രിപ്പ് മോളി ചേച്ചി എല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ചേച്ചിക്കൊന്നും ബോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ അത്രയും കുറച്ച് ലാഗ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള വണ്ടി
ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജാക്കറ്റൊക്കെ തന്ന് നിർത്താൻ പോകും. പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. കുട്ടനാട്ടിൽ ജനിച്ച ആളാണെങ്കിലും ഞാൻ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. സ്പീഡ് ബോട്ടിലല്ല, നോർമൽ സ്പീഡ് ബോട്ടാണ്. എങ്കിലും അത്യാവശ്യം സ്പീഡ് തന്നെയാണ് ആ ബോട്ട് പോകുന്നത്. അപ്പം സ്പീഡ് ബോട്ടിൽ കയറണം എന്നായിരുന്നു കുട്ടേൻ്റെ ആഗ്രഹം. പക്ഷേ അത്രയും ആളുകൾ കുറവായിരുന്നുകൊണ്ട് അവരെ കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ 5 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൂടെ പരിഗണിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നോർമൽ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അതും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. വത്സമ ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിച്ചുണ്ട്, ആദീനെയും അപ്പൂനെയും ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത് തന്നെ കൂട്ടുകാരനുണ്ട്, പിന്നെ ഞാനും തുമ്പിച്ചനും. അപ്പം ഞങ്ങൾ ഇങ്ങനെ 7 പേരാണ് നമ്മുടെ ഈ ബോട്ടിൽ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡുള്ള ഒരു ബോട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. നോർമൽ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിന് അത്രയും സ്പീഡില്ല, എന്നാലും സ്പീഡുണ്ട്. അങ്ങനെ ഉള്ളൊരു ബോട്ടിലാണ് പോകുന്നത്. പിള്ളേർ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ്. അവരാദ്യമായിട്ടാണ് കേട്ടോ ബോട്ടിൽ കയറുന്നത്. ബോട്ടിൽ കയറുന്ന വെച്ചാൽ വള്ളത്തിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ബോട്ടിൽ കയറിയിട്ടില്ല. അത് അവരുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യക്കൂട്ടനും ആദ്യമായിട്ടാണ് കേട്ടോ സ്പീഡ് ബോട്ടിൽ കയറുന്നത്. അപ്പം അവർ വളരെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പുനെ കണ്ടാൽ അറിയാൻ ചെറിയൊരു പേടിയുണ്ട്. ചേട്ടയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പം ആദ്യക്ക് പിന്നെ എക്സൈറ്റഡ് ആയിട്ട് അവൻ ചോദിക്കുകയാണ്, വീണ്ടും നമ്മൾ ഒരു ട്രിപ്പ് കൂടെ അടിക്കുന്നുണ്ടോ എന്ന്. കാരണം ഈ ബോട്ടിൽ ഒരു ട്രിപ്പ് കൂടെ നമ്മൾ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് 15 മിനിറ്റാണ് ഇതിനകത്ത് നമുക്ക് ചിലവഴിക്കാനുള്ള ടൈം തരുന്നത്. അതിന് നമുക്ക് സൈഡിൽ എല്ലാം കണ്ടുവരാം. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സെൽഫി എടുക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പം നല്ലൊരു നല്ലൊരു എൻഗേജ്മെൻ്റ് ആണ്. നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ബോട്ട് റൈഡ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് 220 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇവത്തിൽ കയറിയിട്ടുള്ളത്. അപ്പം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ രേ ചേച്ചിയൊക്കെ സ്പീഡ് ബോട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മഞ്ജു ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ബോട്ടിങ്ങിന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി കിടന്നിടത്ത് വന്നു. ഇനി നമ്മൾ പോകുന്നത് നേരെ വട്ടവടയ്ക്കാണ്. അപ്പോൾ വട്ടവടയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. വട്ടവടയിലെ കാഴ്ചകൾ ഒത്തിരി കാണാനുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പിന് വളരെയേറെ ത്രില്ലിംഗ് ആക്കിയത് നമ്മുടെ വട്ടവടയിലേക്കുള്ള യാത്രയാണ്. വട്ടവടയിലേക്കുള്ള യാത്ര മാത്രമല്ല, അവിടുത്തെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത് വളരെ വലുതാണ്. ഒരിക്കലും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതൊക്കെയാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്കും കണ്ടേ. അങ്ങനെ ഞങ്ങൾ വട്ടവടയുടെ എൻട്രൻസ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അവിടെ കുറേ പേര്, അവിടെ ഒരു സിറ്റി പോലെ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം അവിടെ കുറേ ജീപ്പിൽ ആൾക്കാർ നിന്നിട്ട് നമ്മളോട് ജീപ്പിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത്, അതായത് വട്ടവടയുടെ എൻട്രൻസ് പോയിന്റിൽ നിന്ന് അപ്പുറത്താണ് ആ സിറ്റി കണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ വട്ടവട വന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിക്കുന്നതിന് 3000 രൂപയാണ് ഒരു വണ്ടിക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ 2 വണ്ടി പറ്റില്ല, 3 വണ്ടിയോളം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളത് അവിടെ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വണ്ടി വിളിച്ചിട്ടാണ് വരുന്നത്. ഈ വണ്ടി വട്ടവട വരെ പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു വണ്ടി വിളിച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വണ്ടി വരേണ്ടി വരും. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ വട്ടവടയിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഓരോ സ്ഥലങ്ങളും അതിമനോഹരമാണ് കേട്ടോ. എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല. ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്, അടിപൊളിയാണ്. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വട്ടവടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ത്രില്ല് തുടങ്ങുന്നത്. അപ്പോൾ അതാരും മിസ് ചെയ്തു പോരുത്. അത് 3ാമത്തെ വീഡിയോയിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാരും മിസ് ചെയ്തു പോരുത്. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വട്ടവടയിലെ നമുക്കുണ്ടായ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തതും വളരെ ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരുന്നതുമായ ഞങ്ങളുടെ വട്ടവടയിലെ കാഴ്ചകൾ കാണാനായിട്ട് 3ാമത്തെ വീഡിയോ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ത്രില്ലിംഗ് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പം ഞങ്ങൾ വട്ടവടയിലേക്ക് പോകാനായിട്ട്, അതായത് വട്ടവടയിൽ നിന്ന് കാണാനായിട്ട് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങളും തയ്യാറാവുക.